നമസ്തേ. കുംഭമേളയുടെ ആലോചനാ യോഗം തീർന്ന് നമ്മുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അത് 2027 മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ വിശേഷമായിട്ടുള്ള വിവിധമായിട്ടുള്ള 2028 ഏറ്റവും വിശേഷമായിട്ടുള്ള 12 കൊല്ലത്തോളം സംഘസ്ഥാനം വരെ അതിന് മുന്നോടിയായിട്ടുള്ള മാർഗം നടക്കുന്നത് നടക്കുന്ന സമയം കൂടിയാണ്. ഒരുപാട് നിന്നുള്ള സന്യാസിമാരും ഒക്കെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള പങ്കാളിത്തം വിവിധ ഘടകങ്ങളെ ആചാര്യ മഹാത്മാര് ശങ്കരാചാര്യന്മാരും എല്ലാവരും തന്നെ പിന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുള്ള പ്രമുഖർ എല്ലാ ഭാഗത്തു നിന്നുള്ള ഭക്തജനം എല്ലാവരും ചേരും ഉദ്ദേശിക്കുന്നത്. ഭാഗത്തിന്റെ ഉജ്ജമായിട്ടുള്ള സംഘാടക സമിതികൾ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായിട്ടും ദക്ഷിണ ഭാരതത്തിൽ കേന്ദ്രീകരിച്ച് എല്ലാം പൂർത്തീകരിക്കുന്നത് എല്ലാവരുടെയും ഭാരതത്തിൽ നടക്കുന്നത് പോലെ ഒരു വലിയ രീതിയിലുള്ള എല്ലാ പരമ്പരയും ആചാര്യന്മാരുടെ ഭക്തരുടെ സവിശേഷമായിട്ട് കഴിഞ്ഞ തവണത്തേക്കാളും ഏതാണ്ട് കൂടുതൽ ആളുകൾ വരും എന്നാണ് നമുക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾ പോലീസ് പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നത് തന്നെയാണ്. സർക്കാരിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം കുംഭമേളയിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ആ പ്രദേശം സാമ്പത്തിക സ്ഥിതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയിൽ വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ ഒരു കാര്യം കഴിഞ്ഞ 4 ലക്ഷം ആളുകൾ 1000 രൂപ വെച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സാമ്പത്തിക ഗൗരവമായിട്ട് അത് ഈ പ്രദേശത്തിന്റെയും കേരളത്തിന്റെയും ആഭ്യന്തര ടൂറിസത്തിന്റെ വികാസത്തിന് സഹായകരമായ ആ ഗൗരവത്തിൽ അപ്പൊ ഞാനുള്ളത് നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ്. ഇന്ന് നമ്മളെ കൂടെ നമ്മുടെ കേശവേട്ടൻ സേവാഭാരതി ചുമതലയുള്ള ആളാണ്. ഇപ്പോൾ കുംഭമേളയെ കുറിച്ച് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതാണ്. നമസ്തേ. നമസ്തേ. ഞാൻ തിരുനാവായ സേവാഭാരതിയുടെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് കേശവനാണ്. EP കേശവൻ എന്നാണ് എന്നെ അറിയപ്പെടുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുംഭമേള വളരെ നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 50,000 ആൾക്കാരെ കണക്കാക്കി കൊടുത്ത് 50 ലക്ഷത്തിൻ്റെ അടുത്ത് വരെ ആൾക്കാർ വന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത വർഷത്തെ കുംഭമേളയുടെ ഒരു യോഗമാണ് ഇന്നിപ്പോൾ തിരുനാവായിൽ വെച്ച് കഴിഞ്ഞത്. അപ്പോൾ അത് സ്വാമിജി ഉണ്ടായിരുന്നു, സന്യാസി ശ്രേഷ്ഠന്മാരായുള്ള അനവധി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ദിവസം അടുത്ത വർഷത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, ഈ മലപ്പുറം ജില്ലയായ കാരണം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ മലപ്പുറം ജില്ലയിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ പൊട്ടിക്കാനുള്ള മരുന്നൊക്കെ ഇവർ സൂക്ഷിച്ചു എന്നൊക്കെ കേൾക്കണത്. അവരൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളെല്ലാവരും ഏക മനസ്സോടുകൂടി വിധശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ തിരുനാവായയിൽ എത്തിപ്പെടാൻ ശ്രമിക്കണം. എല്ലാ സഹായങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്യും വേണം. എന്നാൽ കേശവേട്ടന് പ്രയാഗ്രാജ് കുംഭമേളയിലും പങ്കെടുത്തിട്ടുണ്ട്. അതെ, ഞാൻ പൗർണമി സ്നാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് പോയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുള്ള അനവധി മലകളും ക്ഷേത്രങ്ങളും എല്ലാം ഇടയ്ക്ക് സന്ദർശിക്കാറുള്ള ഒരാളും കൂടിയാണ്. എൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുദോഷം നോക്കലാണ് എൻ്റെ തൊഴിൽ. എന്നാൽ ഞാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകാനും അങ്ങനെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഇതുപോലെ നിങ്ങളുടെ വീട് സംബന്ധമായി ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വാസ്തുദോഷങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് നമ്മുടെ കേശവേട്ടനെ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നേടാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. നമസ്തേ.